ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ്. ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ ഒരു പണ്ഡിതനോ ഒന്നും ആയതുകൊണ്ടല്ല. ഷഹറുൽ മുഹദ്ദിബിനകത്ത് തന്നെ 484 ഷഹറുൽ മുഹദ്ദിബ് 484 അതിനെക്കുറിച്ച് സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് മുസ്ലിയാക്കന്മാർ കേൾക്കേണ്ടതാണ്, നോക്കേണ്ടതുമാണ്. പിന്നെ ഒരു സെക്കൻഡ്, പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് പരാമർശിച്ചത്? അറബി വായിക്കണ്ട, അതിൽ വിഷയം എന്താണ് പറഞ്ഞത് അതുകൂടി പറഞ്ഞാലല്ലേ മറുപടി. സ്ത്രീ പള്ളിയിൽ പോകുന്നതിന്റെ വിഷയത്തെക്കുറിച്ച് അല്ല, വിഷയത്തെക്കുറിച്ച് തന്നെ പറ്റുന്നോ പറ്റൂലെന്നോ അതാ ഞാൻ ചോദ്യം. അതേ പറ്റും, പിന്നെ പറ്റില്ല എന്നല്ലോ. അല്ല, പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയും, അതാ പറഞ്ഞത്. ചോദ്യം കഴിഞ്ഞോ? അടുത്തുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇതിൽ 2 ചോദ്യം ഉണ്ടായപ്പോൾ നിങ്ങൾ 2 ചോദിച്ചപ്പോൾ ഒറ്റൊന്നുള്ളൂ. സ്ത്രീകളുടെ പള്ളി പ്രവേശനം ചോദിച്ചുള്ളൂ, അതല്ല ഖബറിങ് പോണത് 2 കൂടി. അതാ ഞാൻ പറയുന്നത്. സ്ത്രീകൾ പള്ളി പ്രവേശനത്തിന് പോകുമ്പോൾ ഒരു കാര്യം, ഒറ്റ വിഷയം ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയോ സഹാബത്തിന്റെ കൂടെയോ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യമാണ്. ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ച ആ ഒരു നമസ്കരിച്ച പോലാണ് അദ്ദേഹം പറഞ്ഞു. റെഡിയാണ്, ഇങ്ങനെ ചോദിക്കണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സ്ത്രീ പള്ളി പ്രവേശനം സംബന്ധമായിക്കൊണ്ട് കുറച്ച് മുമ്പായിട്ട് നടന്ന ഒരു മുഖാമുഖം, അത് സംബന്ധിച്ചുള്ള ചെറിയ 1-2 കാര്യങ്ങളാണ് ഇന്നിവിടെ പരാമർശിക്കാനുള്ളത്. ഇവിടെ അലവി സഖാഫി എന്ന് പറയുന്ന മുഖാമുഖ നാടകക്കാരനോട് ഒരു മുജാഹിദ് സംഘടനയിൽപ്പെട്ട ഒരു യുവാവാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യമേ ഒരു നിലപാട് പറയാം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അത് നിർബന്ധവുമല്ല, സുന്നത്തുമല്ല, ജായിസ് മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ഒരു വിഷയത്തിൽ അലവി സഖാഫി നൽകുന്ന മറുപടി, അതാണ് നമുക്കൊന്ന് കേൾക്കാനുള്ളത്. അലവി സഖാഫി പറയട്ടെ. ഇങ്ങനെ ചോദിക്കണം. കാരണം ഒരുപാട് ചോദിച്ചാൽ പിന്നെ മറുപടി പറയുമ്പോൾ കുറേ ദീർഘാവും. പിന്നെ ചിലപ്പോൾ 2-3 ചോദ്യം വരുമ്പോൾ ഒന്ന് വിട്ടുപോകും. പിന്നെ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അതൊന്നും വേണ്ട, നേർക്കുനേരം അങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ്. അത് ഹദീസിന്റെ കിതാബിലുണ്ടോ എന്നാണ്. നല്ല ചോദ്യമാണ്. ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. അതാണ് വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നു. സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ട് എന്നാണ് മറുപടി എന്നാണ്. അത് നിവൃത്തികേട് കൊണ്ട് പറയുന്നതാണ്. കാര്യം ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പ്രമാണത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അത് കാണിച്ചു കൊടുക്കും. എന്നാൽ ഇവർ സാധാരണ പറയാറുള്ളത് സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോകുന്നത് ഹറാമാണ് എന്നാണ്. ഇവിടെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിന് ന്യായീകരണം എത്രത്തോളമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അതുകൂടി ചിന്തിക്കണം. എന്ന് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ട് എന്നാണ് അലവി സഖാഫി ഇങ്ങോട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യകർത്താവിനോട് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഈ വീഡിയോ കാണിക്കുവാൻ. ഈ സ്ത്രീ പള്ളി പ്രവേശനം അവർക്ക് വക്തെത്തിക്കഴിഞ്ഞാൽ വീട്ടിലല്ല എങ്കിൽ അവർക്ക് മസ്ജിദിൽ കയറാം, മസ്ജിദിൽ അവർക്ക് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിസ്കരിക്കാം. ഈ പക്ഷക്കാരനാണ് ഞാനും. സ്ത്രീ പള്ളിയിലേക്ക് നിർബന്ധമായിട്ടും പോകണം എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ തടയരുത് എന്ന് വ്യക്തമായിക്കൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ്. അതുപോലെ തന്നെ ജുമാ കുത്തുബ അതൊക്കെ കേൾക്കാൻ അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോകാം. അതുപോലെ റമദാനിലെ അവസാന രാവുകളിൽ എഴുത്തിക്കാഫ് ഇരിക്കുവാൻ അവർ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരെ തടയാൻ കഴിയില്ല. കാര്യം എന്താണ്? അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജായിസായൊരു കാര്യമാണ്, ഹറാമെന്ന് പറയണ്ട എന്നുള്ളതാണ്. ഇവിടെ അലവി സഖാഫി പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ എന്നാണ്. എന്നാൽ അലവി സഖാഫിയെ ഈ പറയപ്പെട്ട ഇസ്ലാമിൻ്റെ ആദ്യകാലം എന്ന് ഇദ്ദേഹം ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങിയ ദഅവത്തിൻ്റെ ആദ്യ നാളുകളിലാണോ? ആണോ? അങ്ങനെയെങ്കിൽ പൊന്നു സഹോദര പറയട്ടെ, അന്ന് നിസ്കാരം ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള വർഷമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞുള്ള വർഷമുണ്ടോ? ഇല്ല.
10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് നിസ്കാരം നിർബന്ധമാകുന്നത്. അതെന്നാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് പോയതിന് ശേഷമാണ് നിസ്കാരം അത് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വഹാബത്തെ കിറാമിനെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്? സൊല്ലു കമാർ അയ്ത്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നുവോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങുന്ന ആദ്യകാലത്ത് നിസ്കാരമില്ല. പിന്നെയും 10 വർഷങ്ങൾ കഴിഞ്ഞ് 11ാം വർഷത്തിൽ ഇസ്രാ മിഅ്റാജ് പോകുമ്പോഴൊക്കെയാണ് നിസ്കാരം ഫറലായി വരുന്നത്, ഇല്ലേ? അതുവരെ കർമ്മപരമായിക്കൊണ്ട് ഒരു കാര്യം പഠിപ്പിച്ചില്ല, തൗഹീദ് മാത്രമാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അതവിടെ പൊളിഞ്ഞു. ഇസ്ലാമിൻ്റെ ആദ്യകാലം എന്ന് പറയേണ്ട, അന്ന് നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല, ഫറലാക്കിയിട്ടില്ല. ഇനി അലവി സഖാഫി പറയട്ടെ. പഠിക്കണം, അത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. പഠിക്കണം, പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളുള്ളത്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നിസ്കാരം ഉണ്ടായിരുന്നോ സഖാഫിയെ? അതുകൂടി നിങ്ങളൊന്ന് പഠിക്കണമായിരുന്നു. എങ്കിൽ ഇതുപോലെ മൈക്കിയും വെച്ചിട്ട് നിങ്ങളിത് ഇങ്ങനെ പാട്ട് പാടില്ലായിരുന്നോ? പറയും. അത് എല്ലാ ഹദീസ് കിതാബിലുള്ളതാണ്. എല്ലാ ഹദീസ് കിതാബിലും ഇങ്ങനെയാണോ? ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പോയിരുന്നോ പിന്നെ പോയിട്ടില്ല എന്നാണോ? അങ്ങനെയാണോ? അങ്ങനെ ഹദീസ് കിതാബ് ഉണ്ടിച്ച് അതൊന്ന് പറഞ്ഞു തരുമുണ്ടോ? പറയും സഖാഫിയെ. അത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. സ്വഹീൽ മുസ്ലിമിലും സ്വഹീൽ ബുഖാരിയിലും എല്ലാ ഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നുണ്ട്. അത് ആദ്യകാലത്ത് എന്നാണോ? ആണോ? അങ്ങനെയാണോ ഉള്ളത്? അതിലാർക്കും സംശയമില്ല. ഞങ്ങളാരും അത് നിഷേധിച്ചിട്ടും ഇല്ല. നിങ്ങളത് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അത് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ പോയിരുന്നു, അതുപോലെ തന്നെ മറ്റു പള്ളികളിലും പോയിരുന്നു. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല, നിഷേധിച്ചിട്ട് കാര്യമല്ല. ഇനി വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം പൊന്നു സഹോദരന്മാരെ. ആദ്യത്തെ പള്ളി മദീനത്താണ്. എന്നാൽ മദീനയിൽ എത്തുന്നതിന് മുമ്പും ഇസ്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്തിരുന്ന അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അത് പറഞ്ഞിരുന്നതാണ്. അന്നൊന്നും നിസ്കാരമല്ല. ആദ്യത്തെ പള്ളി എവിടെയാണ്? മദീനത്താണ് ഉണ്ടാക്കുന്നത്, മസ്ജിദ് നബവി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തി വിശ്രമിക്കുന്ന അതിന് മുമ്പിലുള്ള ആ ഒരു പ്രദേശത്താണ് ആദ്യമായി കൊണ്ട് മസ്ജിദ് നിർമ്മിക്കുന്നതും. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആദ്യ പള്ളി മുതൽ തന്നെ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആദ്യ കാലം എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ആദ്യകാലത്ത് നിസ്കാരം തന്നെ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. മദീനയിലെ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. മക്കത്തും ഇസ്ലാം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഏത് നിസ്കാരം നിസ്കരിക്കാനേ പള്ളിയിൽ പോയിരുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കണത്? ഇതൊന്നുമല്ല, വേറെ രസം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഞങ്ങൾ ആരും അത് നിഷേധിക്കുന്നില്ല. എന്തിനായിരുന്നു ആ പോയിരുന്നത്? അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ, പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സ്ത്രീകളോട് പറയുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഹൈലുള്ള ആർത്തവമുള്ള സ്ത്രീകളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ രസമുണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ അതിനും സ്ത്രീകളോട് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യകാലത്ത് എന്നാണ് പറയണത്. പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയ ആ കാലഘട്ടം മുതലേ ഇല്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലേ 10 വർഷത്തിനിപ്പുറം ആണ് പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുന്നത്. ഇവിടെയുള്ള പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഹൈലുള്ള പെണ്ണുങ്ങളോടും വരാൻ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന് എന്നാണ് പറഞ്ഞത്. എങ്ങട്ട്? ഹൈലുള്ള പെണ്ണിനെ പള്ളിയിലേക്ക് കയറൽ ഹറാമാണ്, നിസ്കരിക്കൽ ഹറാമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഹൈലുള്ള പെണ്ണുങ്ങളോട് റസൂലുള്ള എങ്ങോട്ടാണ് വരാൻ പറഞ്ഞത്? പെരുന്നാൾ നിസ്കാരം, ആദ്യ നിസ്കാരം നടക്കും. അത് കഴിഞ്ഞാണ് പിന്നീട് ഉത്ബോധനം നൽകുന്ന കുതുബ നടക്കുന്നത്. ആ കുതുബയിലേക്കാണ് സ്ത്രീകളോട് വരാൻ പറഞ്ഞത്. അത് പള്ളിയിലേക്കാണോ സഖാഫിയെ? അലവി അത് പറയണം. പള്ളിയിലേക്ക് ഹൈലുള്ള പെണ്ണ് കയറൽ ഹറാമാണ്. എന്നാൽ ആ കുതുബ നടക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ സ്ത്രീകളുടെയും കൂടെ ഇരുന്നിട്ട് കുതുബ വീക്ഷിക്കാം, കേൾക്കാം. അപ്പോൾ ഇങ്ങോട്ടാണ്, പള്ളിയിലേക്കല്ല എന്നുള്ളത് ഉറപ്പായില്ലേ? അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്ന് മാത്രമല്ല ഈദ്ഗാഹും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പള്ളിക്കകത്തേക്ക് ഹൈലുള്ള പെണ്ണുങ്ങൾക്ക് കയറാൻ പാടില്ല. അപ്പോൾ അവർക്ക് പുറത്താണ്. അപ്പോൾ ഈദ്ഗാഹ് എവിടെ നടക്കുക? പുറത്താണ് നടക്കുക. അതും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ബാക്കി പറയട്ടെ, കുറച്ചും കൂടി ഉള്ളൂ.
ആർത്തവമുള്ള സ്ത്രീകൾ നിസ്കരിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ആർത്തവമുള്ള സ്ത്രീകൾ നിസ്കരിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. കുത്തുബ കേൾക്കാനാണ്. ആ കുത്തുബ കേൾക്കുന്നത് എവിടെ? പള്ളിയിലിരുന്നിട്ടാണോ? ആണോ അലവിയെ? അല്ല, അത് പറയണല്ലോ. മാൻസന്മാരെ പറ്റിക്കുമ്പോൾ, പ്രമാണങ്ങൾ സത്യസന്ധമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അതിന് വിരുദ്ധമായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലൊന്നും നിങ്ങൾക്ക് നുണ പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ തെളിവുകളാണിത്. പറ. പക്ഷെ അവരോട് വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെ വരാൻ പറഞ്ഞത്? അവിടെ ഇമാമികൾ അതിന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ അവർ പറഞ്ഞത്? മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ വരേക്കും മുസ്ലിം സ്ത്രീകളെ, ആർത്തവകാരികളെയും അല്ലാത്ത സ്ത്രീകളെയും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങട്ട് എന്നുകൂടി പറയണം. പള്ളിയിലേക്കാണോ വരാൻ പറഞ്ഞത്? ആർത്തവകാരികളായ ഹൈലുള്ള പെണ്ണുങ്ങളെ, അല്ലേ, മെൻസസ്, ആ ഒരു പീരീഡ് ഉള്ള ആ പെണ്ണുങ്ങളെ പള്ളിയിലേക്കാണോ അലവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അതെന്തേ ഇവിടെ പറയാത്തത്? ഈ ഇരിക്കുന്ന ജനങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഓക്കെ, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ വല്ലാതെ വന്നുക്കണു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ആയിക്കോട്ടെ, അത് ഏത് ഇമാമ ആ രൂപത്തിലത് പറഞ്ഞത്? വെറുതെ എന്തെങ്കിലും തൊള്ള പൂട്ട് പാടുക, അറബിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഈ സാധുക്കളുടെ മുമ്പിൽ നടക്കും, നമ്മളെടുത്ത് നടക്കൂല. അലവി പറയട്ടെ. എന്നിട്ട് അവർ ആ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഏത് പ്രാർത്ഥനയിലാണ് ഈ പറയപ്പെട്ട ഹൈലുള്ള പെണ്ണുങ്ങൾ, ഈ മെൻസസ് പീരീഡിലുള്ള പെണ്ണുങ്ങൾ ഏത് പ്രാർത്ഥനയിലാണ് പങ്കെടുത്തത്? നിസ്കാരത്തിലാണോ? നിസ്കാരമാണോ അവിടുത്തെ 1-ാം നമ്പർ പ്രാർത്ഥന? അതോ ഖുതുബയ്ക്ക് ശേഷമുള്ള ദുആയിലാണോ? ഏത് പ്രാർത്ഥനയിലാണ്? പെരുന്നാൾ നിസ്കാരത്തിൽ ഏതൊക്കെ പ്രാർത്ഥനയുള്ളത്? ആളുകൾ ചിന്തിക്കുക. അത് പള്ളിയിലാണോ ഈദ്ഗാഹിലാണോ എന്നുള്ളത് ബുദ്ധിബോധമുള്ള ആളുകളൊന്നും ചിന്തിക്കുക. പാറാലവേ, അപ്പൊ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ പറയുള്ളൂ. അതെപ്പോ? ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഏതാണ് ആ കാലം? ആദ്യ കാലം എന്നിട്ട് പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലെ ആദ്യത്തെ ഇബാദത്തായ നിസ്കാരം കിട്ടുന്നത് വർഷം കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏത് കാലത്താണ് ആദ്യ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹു പോലെയുള്ള, അത് കഴിഞ്ഞ് യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെയും പീഡനകാലം, ഷഹാദത്തിന് അതിന് മുമ്പാണോ ശേഷമാണോ? ശേഷം എന്ന് പറയുമ്പോൾ ഇന്നും അതിന് ശേഷമാണ്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ച ആ സമയത്താണോ? ആണോ? ആദ്യകാലത്താണോ ബദർ ഉണ്ടായത്? അല്ല, ബദർ മദീനയിലേക്ക് വന്നതിന് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലത്താണ് ബദർ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെയല്ലേ ഇയാളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു ബുദ്ധി നസീബാക്കി തന്നുകുണിച്ച മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. കുറച്ചും കൂടി പറയണ്ടേ. അവസരത്തിൽ പിന്നീട് ആ പോകുന്ന സമ്പ്രദായം നിർത്തൽ ചെയ്യപ്പെട്ടു. ആ പോകുന്ന സമ്പ്രദായം എന്നാണ് നിർത്തലാക്കിയത്? ആ നിർത്തലാക്കിയതിൻ്റെ പ്രമാണം എന്താണ്? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ടതുണ്ട്. ആ നിർത്തലാക്കിയതിൻ്റെ പ്രമാണം എന്താണ്? മനസ്സിലാക്കേണ്ടത്. പോയിരുന്ന കാലത്തെ കുറിച്ചാ നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളെ ചോദ്യം കൂടി ഞാനാണ് പറഞ്ഞുതരാം. മുജാഹിദ് എല്ലായിടത്തും ചോദിക്കണ കാര്യ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലങ്ങരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസും ഉണ്ട്. ഈ ഹദീസ് എന്ന് പഠിപ്പിച്ചതാണ്? ഈ പറയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പള്ളിയിൽ പോകുന്ന വിഷയം സംബന്ധിച്ച് പറഞ്ഞതല്ലേ? അത് ഏത് കാലഘട്ടത്തിലാണ് മൗലിയരെ പറഞ്ഞത്? ആദ്യ കാലഘട്ടത്തിലാണോ? ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ ഈ വിഷയം, ഈ ഹദീസ്, ഇത് എന്ന് പറഞ്ഞതാണെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ള പറഞ്ഞത് എന്ന് എന്നുള്ളതല്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇത് എടുത്തു പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾ പൊട്ടീസാക്കിക്കോളേ. പാവപ്പെട്ട തക്ബീർ തൊഴിലാളികൾ, നിങ്ങൾ യാക്കോബിനെ പൊട്ടീസാക്കിക്കോളേ. നമ്മളെ പറ്റൂലേ, പറ്റാനിട്ടാണ്. പറയാം. ആ ഹദീസിനൊക്കെ ഇമാമുകൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. എന്താ അതൊക്കെ പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ വചനം എല്ലാ പള്ളികളിലും സാർവത്രികമായി സ്ത്രീകൾക്ക് വരാം എന്നല്ല ആണ്. ഏത് പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ അടിയാത്തികൾ വന്നാലും അവരെ തടയരുത് എന്ന് തന്നെയാണ് ആ ഹദീസ്. എവിടെയാണ് ആ ഹദീസ് റദ്ദാക്കിയിരിക്കുന്നത്?
ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്താണ്. ആ മൊഴിമുത്ത് എന്നാണ് റദ്ദാക്കിയതിൻ്റെ, അതായത് ഈ പറഞ്ഞത് ഞാൻ തിരുത്തിക്കണമെന്ന് പറഞ്ഞ ആ ഒരു തെളിവ് പറഞ്ഞ അതിന് ആംബിയർ ഉണ്ടെങ്കിൽ, വല്ല ഉളുപ്പുണ്ടെങ്കിൽ അതൊന്ന് പറയാണ് വേണ്ടത്. അല്ലാതെ ഈ പാവങ്ങൾ എങ്ങനെ പറ്റിച്ചിട്ട് വീണ്ടും വീണ്ടും വഴികേടിലേക്ക് നടത്തല്ല വേണ്ടത്. വേഗം പറ. എന്താണ് അതിന്റെ അർത്ഥം? അതോ സ്ത്രീകൾക്ക് എല്ലാ പള്ളികളും കൂടി നിങ്ങൾ വിലങ്ങരുത്. എല്ലാ പള്ളിയും വിലങ്ങിയാല് മസ്ജിദുൽ ഹറാം വിലങ്ങലാകും. അതൊരു പള്ളിയാണല്ലോ. അത് വിലങ്ങിയാലോ സ്ത്രീകൾക്ക് ഹജ്ജിനും ഉംറക്കും തവാഫ് ചെയ്യാൻ കഴിയാതെയാവും. അപ്പോൾ മസ്ജിദുൽ ഹറാം പ്രഥമ ഭവനം, അവിടെ പെണ്ണുങ്ങൾക്ക് പോകാം, അത് വിലക്കിയിട്ടില്ല. ബാക്കി എല്ലാ പള്ളികളും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സമസ്തക്കാരുടെ പള്ളികൾ, ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാണ്ട് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തുള്ളത് സുന്നി മുജാഹിദ് മുഖാമുഖം എന്നാണ്. സ്ഥലമൊന്നും പറയുന്നില്ല. ഈ സുന്നി മുജാഹിദ് എന്നുള്ളത് ദയവ് ചെയ്തിട്ട് സംഘടനക്കാരെ നിങ്ങളൊന്ന് നിർത്തണം. സമസ്ത മുജാഹിദ് സംഘടന എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഈ സുന്നി മുജാഹിദ് എന്ന് പറയുമ്പോൾ മുജാഹിദുകളായ ആളുകൾ സുന്നികളായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. മുജാഹിദ് സംഘടനക്കാരുടെ കാര്യം എനിക്കറിയില്ല. ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെയുള്ള വ്യവസ്ഥ എഴുതുമ്പോൾ സുന്നി എന്നല്ല അവിടെ എഴുതേണ്ടത്, അവിടെ സമസ്ത എന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ഇവർ സുന്നികളായി പോകുള്ളൂ. സുന്നി എന്ന വാക്ക് അത് ലഫ്ലി ആയിക്കൊണ്ട് അത് പുതിയതായിട്ടുണ്ടായ വാക്കാണ് എങ്കിൽ പോലും ആ സുന്നി എന്ന വാക്കിനെ അത് പ്രതിനിധാനം ചെയ്യുന്നത് ലോകാടിസ്ഥാനത്തിൽ സുന്നി ഷിയ ഈ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഷിയാക്കൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുന്നികൾ എന്നുള്ളത് അഹ്ലു സുന്ന വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. അത് ഈ പറയപ്പെട്ട കേരള ഷിയാക്കൾക്ക് നിങ്ങൾ വകവെച്ച് കൊടുക്കരുത്. അതൊരു നിർദ്ദേശമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നിങ്ങളുടെ ഒരു വ്യവസ്ഥ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മുഖാമുഖം എന്ന് പറയുമ്പോൾ പിന്നെ വ്യവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഈ സംവാദം നടക്കുമ്പോഴെങ്കിലും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. കുറച്ചും കൂടി അലവി പറയട്ടെ. അതുകൊണ്ട് അത് നിങ്ങൾ വിലങ്ങരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1300 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഈ കിതാബ്. ഈ കിതാബിൽ ആ ഹദീസ് പറഞ്ഞ് അതിന് മറുപടി പറയാണ്. നോക്കുങ്ങൾ, ഇത് സുന്നി മുജാഹിദും KNM സമസ്ത ഉണ്ടാകുന്നതിന്റെ മുമ്പത്തെ കഥയാണല്ലോ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? ഹദീസിന് മറുപടി പറഞ്ഞേക്കുക. ഇവിറ്റക്ക് അതും അറിയില്ല എന്നുള്ളതാണ്. ഹദീസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അത് അനുധാവനം ചെയ്യുക എന്നുള്ളതല്ലേ അലവിയെ. അത്തയുല്ലാഹ വാത്തയോ റസൂല വൗലിൽ അംരി മിൻകും. ഇത് ആരെടുത്താ പറഞ്ഞിരിക്കുന്നത്? യാ യുഹല്ലദീൻ ആമനു എന്ന് തുടങ്ങിയിട്ടാണ് സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിലൂടെ യാ യുഹല്ലദീൻ ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുള്ളത്. അതിൽ അള്ളാഹിനെ അള്ളാഹിൻ്റെ ഹബീബിനെ നിരുപാധികം അനുസരിക്കാൻ വേണ്ടി, അല്ലാണ്ട് ചോദ്യം ചെയ്യുക, അതിന് മറുപടി പറയാൻ വേണ്ടേ? എവിടെ നിന്നൊക്കെ വിറ്റ നീച്ചു വരുന്നേ? 1300 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം. ഈ 1300 കൊല്ലത്തിന് മുമ്പ്, 1400 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമുണ്ട് പരിശുദ്ധ ഖുർആന്. അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? അംഗീകരിക്കണ്ടെങ്കിൽ ഈ രൂപത്തിൽ സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങൾ വർത്താനം പറയുമായിരുന്നോ? 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്ത്രീ പള്ളിയിൽ പോയാൽ ഇങ്ങക്കൊക്കെ മുട്ടുവറക്കുമായിരിക്കും. മുട്ടുവറക്കാത്തവരുണ്ട്, അവർ പോവുകയോ നിസ്കരിക്കുകയോ എന്താണ് ചെയ്യട്ടെ. അള്ളാഹിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ആ ഒരർത്ഥത്തിൽ നൂറ്റാണ്ടുകളായിക്കൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദുൽ ഹറാമും അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക മസ്ജിദുകളിലും അതുപോലെ തന്നെ UAE പോലെയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ഒട്ടുമിക്ക മസ്ജിദുകളിലും സ്ത്രീകൾ അവർ പുറത്താണെന്നുണ്ടെങ്കിൽ അവർ വക്ത് എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൂനിക്കൂടി ഇരിക്കുന്നല്ല, അടുത്ത ഏതാ പള്ളിയുള്ള പള്ളിയിലേക്ക് കയറാം. അവർക്ക് ഒളു ചെയ്യുവാനും സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒളു ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ നിസ്കരിക്കുവാനും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിക്കപ്പെട്ട നമ്മളുടെ നാട്ടിൽ കാണുന്ന സൽഫി പ്രസ്ഥാനങ്ങളിലെ പള്ളികളെ പോലെ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ പേപ്പിക്കണേ? എന്തിനാ? പറ. ഈ ഹദീസ് വിശദീകരിച്ച് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി പറയുന്നത്. എന്താണ് ആ ഹദീസിലൂടെ പറയുന്നത്? അള്ളാഹുവിൻ്റെ അടിയാത്തികളെ പള്ളികളെ തൊട്ട് മസ്ജിദുകളെ തൊട്ട് തടയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെ റദ്ദാക്കിയത്? ഇതിപ്പോൾ 1300 കൊല്ലം മുമ്പ് ഇമാം ഷാഫി പറഞ്ഞു വേറെന്തെങ്കിലും, അതൊന്നല്ല. ഇവിടെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതിനാണല്ലോ നിങ്ങൾ ഈ ചോദ്യം ചെയ്യണത്, അതിനാണല്ലോ നിങ്ങളിപ്പോൾ ഈ തള്ളണത്. എവിടെ വെച്ചിട്ടാണ് ആ ഹദീസ് റദ്ദാക്കിയത്? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ.
അപ്പൊ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാല് ആദ്യകാലത്ത് പോയിരുന്നു. ഏതാണ് ആദ്യകാലം? ഇനി വല്ലാണ്ട് പറയണ്ട, മനസ്സിലായി, ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇസ്ലാമിൻ്റെ ആദ്യകാലം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ നിസ്കാരമില്ല. 10 വർഷം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ? ആദ്യ കാലഘട്ടത്തിലെ 10 വർഷത്തിൽ നിസ്കാരം തന്നെ അല്ല. പിന്നെ ആ നിസ്കാരമില്ല, ഈ നിസ്കാരമില്ല, ഒരു നിസ്കാരമില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിച്ചോ എന്ന് പറഞ്ഞത് ഇസ്രാ മിറാജ് പോയതിന് ശേഷം അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ 5 വക്ത് നിസ്കാരം അതിന് ശേഷമാണ്. പിന്നെ ഉള്ളൂ ബാക്കി ഐച്ഛികമായിട്ടുള്ള എല്ലാ നിസ്കാരങ്ങളും. പിന്നെ ഏത് നിസ്കാരത്തിൻ്റെ കഥ ഈ പറഞ്ഞ് ഇസ്ലാമിൻ്റെ ആദ്യകാലം ഇനി ആദ്യകാലം എന്ന് പറയണ്ടല്ലോ, ആയിക്കോട്ടെ. എപ്പോഴിത് വരണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ തടയരുതേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങളിത് വരണ്ടെന്ന് പറഞ്ഞത്? ഇന്നും ഇസ്ലാമിൽ നിസ്കാരം നിർബന്ധമാക്കിയത് മുതൽ ഇന്നും ആളുകൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്ത്രീകൾ. ഇനി ഒരു ഹദീസ് വരെ പറയാറുണ്ട്, അത് എന്താണെന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം, വീടിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു ഹദീസും കൂടിയുണ്ട്. അതിവർ എല്ലാവർക്കും കൂടി അങ്ങോട്ട് ആക്കിയതാണ്. ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അങ്ങയുടെ പുറകിൽ മഅ്മൂമായിക്കൊണ്ട് നിസ്കരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൽ ഒരബദ്ധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉത്തമം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. അവർക്ക് പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്നറിയാം. അപ്പോൾ അവർക്ക് ഒന്ന് നിസ്കരിച്ചാൽ മതി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കുന്നതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം അവിടെ നടപ്പാവാതെ പോകണമെന്ന ഉറപ്പിൻ്റെ മുകളിൽ അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ഹദീസ് സ്പെസിഫിക്കായിട്ട് ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നാണ്. ഇനി കൂടെ ഒരു കാര്യം പറയാം, സ്ത്രീകൾക്ക് ഉടുത്തൊരുങ്ങി പള്ളികളിലേക്ക് പോകണം എന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പോവുകയാണെങ്കിൽ തടയണ്ട, അത് ഹറാമാണെന്ന് പറയണ്ടെന്നേ, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം എടുത്തത് ഇവർ ഇതുപോലെ കള്ളം പറയാൻ വേണ്ടിയിട്ട്, പറഞ്ഞ കള്ളം അത് സത്യമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ എട്ടങ്ങേറ് കണ്ടപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.